മഹേഷ് ചന്ദ്രൻ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. മഹേഷ്, ഏതായാലും റിപ്പോർട്ടിൽ തനിക്കെതിരായ പരാമർശമുണ്ട് എന്നുള്ള കാര്യം ഇ.പി. ജയരാജൻ തള്ളിക്കളയുകയാണ്. അദ്ദേഹം ഈ വാർത്ത വന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ വാർത്തയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മാധ്യമ സൃഷ്ടി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സംഘടനാ റിപ്പോർട്ടിലെ പരാമർശം എന്ന വാർത്തയെയും ആ നിലയ്ക്ക് തന്നെയാണ് കാണുന്നത്. പഴയ പിണറായി വിജയൻ പറഞ്ഞിരുന്ന ഈ മാധ്യമ സിൻഡിക്കേറ്റ് ആരോപണമാണോ അദ്ദേഹം വീണ്ടും ഉന്നയിക്കുന്നത്? മാധ്യമങ്ങൾ ഒന്നടങ്കം തനിക്കെതിരെ ഒരു ഗൂഢാലോചനയോടെ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. സംഘടനാ റിപ്പോർട്ടിലെ തനിക്കെതിരായ വിമർശനങ്ങളെ ഇ.പി. ജയരാജൻ തള്ളിക്കളയുകയാണ്. തനിക്കെതിരെ അങ്ങനെ ഒരു നീക്കമില്ല, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി എന്ന വാക്ക് തന്നെ ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യക്തിഹത്യ നടത്താൻ ഏതോ കേന്ദ്രത്തിൽ നിന്നും തനിക്കെതിരെ കുറേ കാലമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു. മാധ്യമങ്ങളുടെ ഒരു സംഘം തന്നെയുണ്ട് ഇത്തരം ഗൂഢാലോചനയ്ക്ക് എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉയർത്തുന്നത് അവിടെ. തീർച്ചയായിട്ടും ലക്ഷ്മി, ഈ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെയാണ് ന്യൂസ് മലയാളത്തിൽ അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ഈ പാർട്ടി സമ്മേളനത്തിനിടയിലാണ് ഇത്തരം ഒരു പ്രതികരണത്തിന് തയ്യാറാവുകയും ചെയ്തത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് തന്നെ നീക്കി അല്ലെങ്കിൽ തന്നെ മാറ്റി എന്നൊരു പരാമർശം, LDF കൺവീനർ സ്ഥാനത്ത് തന്നെ മാറ്റിയെന്നോ തന്നെ നീക്കിയെന്നോ ഉള്ളൊരു പരാമർശവും ഈ റിപ്പോർട്ടിൽ ഇല്ല. പക്ഷേ ആ റിപ്പോർട്ടിൽ ഇല്ലാത്ത കാര്യം വാർത്തയായി വന്നു. അത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. പാർട്ടി വിരുദ്ധ ശക്തികളാണ് ഇതിന് പിന്നിൽ. ഇത് മാധ്യമങ്ങൾ മാത്രമല്ല, മറ്റും ആർക്കൊക്കെ പങ്കുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതേക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പോവുകയും ചെയ്യുന്നു. പക്ഷേ ഒരേപോലെ വാർത്ത എല്ലാ മാധ്യമങ്ങളിൽ വരുമ്പോൾ അതിന് ഒരു അംഗീകാരം കിട്ടുന്ന സ്ഥിതിയുണ്ട്. അത് തനിക്കെതിരെ നിരന്തരം ഉപയോഗിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്, എന്തുകൊണ്ടാണ് അങ്ങേക്കെതിരെ മാത്രം എന്ന ചോദ്യത്തിനാണ്. അതിനൊരു വ്യക്തമായ കാരണം എനിക്കറിയാം. എന്നെ തകർക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നു, അതുവഴി പാർട്ടിയെ തരം താഴ്ത്താനാണ് അല്ലെങ്കിൽ നശിപ്പിക്കാനാണ് ശ്രമം എന്ന തരത്തിലേക്കുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ഇക്കാര്യത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിൽ പറയുന്നത് ഇത്തരമൊരു പരാമർശമേ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയെന്നോ തന്നെ നീക്കിയെന്നോ പരാമർശമില്ല. ആ വാർത്ത ശരിയല്ല, അത് വ്യാജമായി വന്ന വാർത്തയാണ്. അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയാണ് ന്യൂസ് മലയാളത്തോട്. ലക്ഷ്മി, ഏതായാലും തനിക്കെതിരെ വന്നിട്ടുള്ള സംഘടനാ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അങ്ങനെയല്ല, മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത ശരിയല്ല, സംഘടിതമായ ഒരു പ്രവർത്തനം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് തനിക്കെതിരെ ഉണ്ട്, അത്തരമൊരു ഗൂഢാലോചന നടക്കുന്നു എന്നുള്ള പതിവ് ആരോപണം തന്നെയാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്.